ഓം ശ്രീ മഹാദേവി നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീദേവി മഹാത്മ്യ ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പല വിധത്തിൽ മഹാത്മ്യവും അർത്ഥഗാംഭീര്യവും മന്ത്രത്വവുമുള്ള വിശിഷ്ട ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. കേവലം സ്പർശം കൊണ്ട് മാത്രം സത്ഫലം ലഭിക്കുന്ന ഈ ഗ്രന്ഥം വിധിപ്രകാരം പാരായണം ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഫലപ്രാപ്തി അനിർവചനീയമാണ്. ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലെ മർമ്മപ്രധാന ഭാഗം ദേവി കവചമത്രേ. ബ്രഹ്മാവ് ആർക്കും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച നിധിയാണ് ദേവി കവചം. അതാകട്ടെ ലോക നന്മയ്ക്കായി മാർക്കണ്ഡേയ മഹർഷിക്ക് പിതാമഹൻ ഉപദേശിച്ചു കൊടുക്കുന്നു. കവചം എന്നാൽ സംരക്ഷണ വലയം അല്ലെങ്കിൽ സംരക്ഷണ ചട്ട. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ അണുവിലും സംരക്ഷണം നൽകുന്ന കവചമാണ് ദേവി കവചം. ഓരോ അണുവിലും ഓരോ ദേവിമാരെ സംബോധന ചെയ്ത് ആവാഹിക്കുന്നു. അടിതൊട്ടും മുടി വരെ ആ ആവാഹനം നടന്നുകൊണ്ടിരിക്കും. അഗ്നിമധ്യത്തിൽ ആയാലും യുദ്ധരംഗത്ത് ശത്രുവിൻ്റെ നടുവിലായാലും യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടുത്തുന്നത് ദേവീ കവചമാണ്. ഇതിനു മുൻപ് ഇതിനെക്കുറിച്ചൊരു ഓഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രമായി കാണുന്നു. അവിടെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആ ദേവതയെ കുടിയിരുത്തുന്നു. എങ്ങനെയാണോ ഒരു ക്ഷേത്രത്തിൽ എവിടെ ഇരുന്നാലും ആ ചൈതന്യത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങൾക്കും ദേവീ ചൈതന്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദേവിയുടെ പല ഭാവങ്ങളെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവീ കവചം കൊണ്ട് ആവൃതമായൊരു ഭക്തന് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുന്നു. അർഗളാസ്തുതി. ദേവി അർഗളാസ്തുതി. ഈ ദേവി കവചം നമുക്ക് ശരിക്കും അതിൻ്റെ നല്ല ഫലങ്ങൾ കിട്ടണമെങ്കിൽ അതിനു മുൻപേ നമ്മൾ ദേവി അർഗളാസ്തുതി പാരായണം ചെയ്യണം എന്നാണ് ശാസ്ത്രം. അർഗള എന്ന വാക്കിന് സാക്ഷ അല്ലെങ്കിൽ തഴുത് എന്നാണ് അർത്ഥം. പണ്ട് കാലത്ത് ഈ മരം കൊണ്ടുണ്ടാക്കിയ വാതിലുകൾ, പഴയ വീടുകൾക്ക് അങ്ങനെയുള്ള വാതിലുകൾ ഉണ്ടാകും. അപ്പോൾ അകത്ത് നിന്ന് സാക്ഷ ഇടും. സാക്ഷ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ഇതിലെങ്ങനെ ഒരു മരക്കഷ്ണം ചെത്തിച്ചീമ്പി എടുത്ത മരക്കഷ്ണം ഇടത്തോട്ടും അതിൻ്റെ തൊട്ട് താഴെ വിലങ്ങനെ വലത്തോട്ടും. അപ്പോൾ ഒന്ന് ഇടത്തോട്ടിടും, അടിയിൽ വലത്തോട്ടിടും. അപ്പോൾ അവിടെ ആ വാതിൽ ബന്ധിക്കപ്പെട്ടു. അപ്പോൾ അത് ഇവിടെ അർഗള എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷ എന്നാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നല്ല ഫലങ്ങൾക്ക് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന മുജ്ജന്മ കർമ്മഫലങ്ങൾ ഉണ്ടാകാം. അതിന് ഇല്ലാതാക്കുന്നതിന്, ആ തടസ്സത്തെ മാറ്റിയെടുക്കാനാണ് അർഗളാസ്തോത്രം ചൊല്ലുന്നത്. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി അർഗളാസ്തോത്ര പാരായണത്തിലൂടെ ദേവിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ദേവി മഹാത്മ്യ പാരായണത്തിന് മുൻപ് അർഗളാസ്തോത്രം പാരായണം ചെയ്യണം എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ശ്രീ മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്: ജയന്തി മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമ ശിവ ധാത്രി സ്വാഹ സ്വഥ നമോസ്തുതേ. ആരെയാണ് നമസ്കരിക്കുന്നത്? ദേവിയുടെ വിവിധ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ നാമങ്ങളെ നമോസ്തുതേ നമസ്കരിക്കുന്നു. ജയന്തി മംഗല കാളി. ആരൊക്കെയാണ് ജയന്തി? ഏറ്റവും സർവോത്കൃഷ്ടയായ ബ്രഹ്മസ്വരൂപിണിയായ ആ ഭഗവതി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതയായതിനാൽ സർവോത്കൃഷ്ടയാണ് ജയന്തി. പിന്നെയോ മംഗളാദേവി. മംഗലാദേവി എന്നും പറയാം, മംഗളാദേവി എന്നും പറയാം. ലായും ലായും സംസ്കൃതവും മലയാളവും പറയുമ്പോൾ മാറ്റി പറയുന്നതാണ്. അപ്പോൾ മംഗളാദേവി മംഗത്തെ ജനന മരണാദി രൂപമായ, മംഗം എന്ന് പറഞ്ഞാൽ ജനന മരണാദി രൂപമായ സംസാര ബന്ധത്തെ ഇല്ലാതാക്കി മോക്ഷത്തെ നൽകുന്നു. അതാണ് മംഗള. അപ്പോൾ മംഗളസ്വരൂപിണിയാണ്, മോക്ഷത്തെ നൽകുന്ന മംഗളസ്വരൂപിണിയാണ് ദേവി. പിന്നെ കാളി. പ്രളയകാലത്തിൽ പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അതാണ് കാളി. ഭദ്രകാളി. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം. മംഗളം കാലയതി.
അതാണ് ഭദ്രകാളി. മംഗളം ഭദ്രം, മംഗളം സ്വീകരിക്കുന്നു. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളമാണ്. മംഗളം കാലേരി എന്ന് പറഞ്ഞാൽ മംഗളം സ്വീകരിക്കുന്നു. തന്നെ ഭജിക്കുന്നവർക്ക് മംഗളത്തെ ദാനം ചെയ്യുന്നു. കപാലിനി, കപാലം എന്ന് പറഞ്ഞാൽ തലയോട്, കയ്യിൽ ധരിച്ചവൾ, തലയോട് കയ്യിൽ ധരിച്ചവൾ. ദേവിയുടെ വ്യത്യസ്തമായ നാമങ്ങളാണ്, വ്യത്യസ്ത രൂപങ്ങളാണ്. ദുർഗ, ദുഃഖേന ഗമിക്കുക, ബുദ്ധിമുട്ടി ഗമിക്കപ്പെടുന്നവൾ, അല്ലെങ്കിൽ ദുർഗമമായ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സഹായിക്കുന്നവൾ, അതാണ് ദേവി ദുർഗ. ക്ഷമ, എല്ലാ പാപങ്ങളെയും ക്ഷമിച്ച് ഭക്തരെ സംരക്ഷിക്കുന്നവൾ. ശിവ, ചിത് രൂപിണി അല്ലെങ്കിൽ ബോധസ്വരൂപിണി, ജ്ഞാനസ്വരൂപിണി, അതാണ് ശിവ. ധാത്രി, സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്നവൾ, ധരിക്കുന്നവൾ, പ്രപഞ്ചത്തെ ധരിക്കുന്നവൾ, ധാത്രി. സ്വാഹ, അഗ്നിയുടെ പത്നീപദം, അഗ്നിദേവൻ്റെ പത്നീപദം അലങ്കരിക്കുന്നു. അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ്സുകൾ അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങളെല്ലാം ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു, ദേവന്മാരെ പോഷിപ്പിക്കുന്നു, അതാണ് സ്വാഹ. സ്വധ, പിതൃക്കളുടെ പത്നിസ്ഥാനം അലങ്കരിക്കുന്നു. പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ, തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന കർമ്മങ്ങൾ പിതൃക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് സ്വധാദേവിയാണ്. സ്വധാസ്വരൂപിണി, ദേവി സ്വധാസ്വരൂപിണിയുമാണ്. ജയന്തി, മംഗല, കാളി, ഭദ്രകാളി, കപാലിനി, ദുർഗ, ക്ഷമ, ശിവ, ധാത്രി, സ്വാഹ, സ്വധ, ഇത്രയും നാമങ്ങൾ ദേവിയെ സംബോധന ചെയ്തിട്ട് ദേവിയോട് പറയുന്ന എന്താണ്? നമോസ്തുതി, നമസ്കരിക്കുന്നു. ജയന്തി, മംഗല, കാളി, ഭദ്രകാളി, കപാലിനി, ദുർഗ, ക്ഷമ, ശിവ, ധാത്രി, സ്വാഹ, സ്വധ, നമോസ്തുതി. ഈ നാമങ്ങളെല്ലാമുള്ള അല്ലയോ ദേവി ഭഗവതി, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. 2 മധുകൈഡഭ വിദ്രാവി വിധാതൃവരദേ നമഃ. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. എന്തൊക്കെയാണ്? മധുകൈഡഭ വിദ്രാവി. മധുകൈഡഭ എന്ന് പറയുന്ന 2 അസുരന്മാരാണ്. തിന്മയുടെ മൂർത്തിരൂപമായ 2 അസുരന്മാർ, ജനദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുരന്മാർ. അവരെ നശിപ്പിച്ച ദേവി എന്നാണ് പറയുന്നത്. വിദ്രാവി, അവരെ നശിപ്പിച്ച ദേവി. ദേവി ദുർഗാദേവി അവരെ ഇല്ലാതാക്കി. പിന്നെയോ വിധാതൃവരദേ, വരദേ എന്ന് പറഞ്ഞാൽ വരം നൽകുന്നവൾ. വിധാതൃവരദേ, ബ്രഹ്മാവിന് വരത്തെ ദാനം ചെയ്ത ദേവി. നമസ്കാരം. രൂപം ദേഹി, എനിക്ക് രൂപം തന്നാലും, രൂപം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. ജയം ദേഹി, ജയത്തെ തന്നാലും, എനിക്ക് ദേ എന്ന് പറഞ്ഞാൽ തരിക, എനിക്ക് തന്നാലും. യശോദേഹി, യശസ്സിന് തന്നാലും. അപ്പോൾ സൗന്ദര്യം തന്നാലും, വിജയം തന്നാലും, കീർത്തി തന്നാലും. ദ്വിഷോ ജഹി, ശത്രുക്കളെ നശിപ്പിച്ചാലും. ശത്രുക്കൾ ആരൊക്കെയാണ് നമുക്ക് ശത്രുക്കളായിട്ടുള്ളത്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ. ശത്രുക്കൾ നമ്മുടെ ഉള്ളിലാണ്. ബാഹ്യമായ ശത്രുക്കളെ നശിപ്പിക്കാനല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ദുർവികാരങ്ങളെ, തിന്മകളെ, നമ്മെ ആപത്തിലേക്ക് നയിക്കുന്ന ദോഷങ്ങളെ, ക്രോധവും കാമവും അതുപോലെ മതമാത്സര്യങ്ങളും അസൂയയും ലോഭവും എല്ലാം നമ്മളെ തിന്മയിലേക്കാണ് നയിക്കുക, ആപത്തിലേക്കാണ് നയിക്കുന്നത്. അതാണ് ശത്രുക്കൾ. ആ ശത്രുക്കളെ ഇല്ലാതാക്കി തന്നാലും ദേവിയോട് പറയുകയാണ്. മൂന്നാമത്തെ എന്താണ്? മഹിഷാസുര നിർനാശ വിധാത്രി വരദേ നമ. വരദേ എന്ന് പറഞ്ഞാൽ വരം നൽകുന്നവളെ. മഹിഷാസുര നിർനാശ വിധാത്രി, മഹിഷാസുരനെ കൊന്നവളാണ്. മഹിഷാസുരൻ്റെ നാശത്തെ വിധിച്ച വരദേ, അല്ലയോ വരദായിനി നമ. നമസ്കരിക്കുന്നു. എനിക്ക് രൂപത്തെ തന്നാലും, ജയത്തെ തന്നാലും, കീർത്തിയെ തന്നാലും, ശത്രുക്കളെ നശിപ്പിച്ചാലും. വീണ്ടും പറയുകയാണ്. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. പിന്നെയോ നാലാമത്തെ വന്ദിതാഘ്രി യുഗേ ദേവി സൗഭാഗ്യദായിനി. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. വന്ദിതാഘ്രി യുഗേ, ബ്രഹ്മാദികളാൽ വന്ദിത അഘ്രിയുഗേ, ബ്രഹ്മാദികളാൽ വന്ദിക്കപ്പെടുന്ന പാദയുഗം, 2 പാദങ്ങൾ അല്ലെങ്കിൽ പാദാംബുജത്തോടു കൂടിയവൾ. ബ്രഹ്മാവ് ആദിയായ
ബ്രഹ്മാദികളാൽ വന്ദിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവൾ ദേവി. സൗഭാഗ്യദായിനിയാണ്, സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവളായ അല്ലയോ ദേവി. രൂപം തരൂ, ജയം തരൂ, യശസ് തരൂ, ശത്രുക്കളെ ഇല്ലാതാക്കൂ. ഇത് തന്നെയാണ് പ്രാർത്ഥന. 5 രക്തബീജവധേ ദേവി ചണ്ഡമുണ്ടേ വിനാശിനി. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. രക്തബീജാസുരനെയും ചണ്ഡമുണ്ടാസുരനെയും വധിച്ചവളായ ദേവി, നല്ല രൂപം തന്നാലും ജയം തന്നാലും യശസ് തന്നാലും ശത്രുക്കളെ ഇല്ലാതാക്കിയാലും. പിന്നെ 6 അജിന്ത്യ രൂപചരിതേ സർവശത്രുവിനാശിനി. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. അജിന്ത്യ രൂപചരിതേ, ചിന്തിക്കാൻ കഴിയാത്തത്ര രൂപങ്ങളോടും ചരിതങ്ങളോടും കൂടിയവളെ. അതാണല്ലോ നമ്മൾ നേരത്തെ തന്നെ എത്രയോ പേരുകൾ പറഞ്ഞു. അപ്പോൾ ചിന്തിക്കാൻ കഴിയാത്തത്ര രൂപങ്ങളോടും ചരിത്രം, ആ കഥകളോടും കൂടിയവളാണ്. ആരെല്ലാം ഏതെല്ലാം ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്നു, ഏതെല്ലാം തവണ അവതരിക്കുന്നു, ഇതെല്ലാം ദേവിയുടെ ചരിതങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തിക്കാൻ കഴിയാത്തത്ര രൂപങ്ങളോടും ചരിതങ്ങളോടും കൂടിയ സർവശത്രുവിനാശിനി, സർവശത്രുവിനാശിനിയായ ദേവി, അവിടുന്ന് എനിക്ക് രൂപം തന്നാലും ജയം തന്നാലും യശസ് തന്നാലും ശത്രുക്കളെ ഇല്ലാതാക്കിയാലും. 7 നദേഭ്യ സർവദാ ഭക്ത്യാ ചണ്ഡികേ. ചണ്ഡികേ എന്ന് പറഞ്ഞാൽ അല്ലയോ ദേവി, സർവദാ ഭക്ത്യ, സദാ ഭക്തിയോടെ പ്രണതായമേ ഞാൻ പ്രണമിക്കുന്നു. നദേഭ്യ, നദേഭ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമസ്കരിക്കുന്നവർക്കും പ്രണതായമേ ഞാൻ നമസ്കരിക്കുന്നു. എനിക്ക് മാത്രമല്ല, ദേവിയെ പ്രണമിക്കുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹങ്ങൾ നൽകണം എന്നാണ് പറയുന്നത്. എനിക്ക് മാത്രം പോരാ, നദേഭ്യ സർവദാ, സർവദാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഭക്ത്യാ ചണ്ഡികേ പ്രണതായമേ. അപ്പോൾ എല്ലാവർക്കും, നമസ്കരിക്കുന്നവർക്കും നമസ്കരിക്കുന്ന എനിക്കും അല്ലയോ ദേവി ചണ്ഡികേ എന്തു തരണം? രൂപം തരണം, ജയം തരണം, യശസ് തരണം, ദിഷജനി, ശത്രുക്കളെ നശിപ്പിച്ചു തരണം. അപ്പോൾ ഇത് പിന്നെ 8 സ്തുവൽഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി. സ്തുവൽഭ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തുതിക്കുന്നവർക്ക്, അങ്ങയെ സ്തുതിക്കുന്നവർക്ക്, സ്തുവൽഭ്യോ അങ്ങയെ സ്തുതിക്കുന്നവർക്ക്, ഭക്തിപൂർവം ത്വാം ഭക്തിപൂർവം സ്തുതിക്കുന്നവർക്ക്, ത്വാം അങ്ങയെ, ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ, ത്വാം ചണ്ഡിക അല്ലയോ ദേവി അങ്ങയെ ഭക്തിപൂർവ്വം സ്തുതിക്കുന്നവർക്ക്, വ്യാധിനാശിനി വ്യാധി ഇല്ലാതാക്കി തന്നാലും, വ്യാധികളെ നശിപ്പിക്കുന്നവളെ, വ്യാധി ഇല്ലാതാക്കുന്നവളെ, ഞങ്ങൾക്ക് രൂപം തരണേ, ജയം തരണേ, യശസ് തരണേ, ശത്രുക്കളെ നശിപ്പിച്ചു തരണേ. 9 ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തീഹ ഭക്തിത. രൂപം തന്നാലും ജയം തന്നാലും യശസ് തന്നാലും ദ്വിഷജഹി ശത്രുവിനെ ഇല്ലായ്മ ചെയ്താലും. എന്താണ്? ഹേ ചണ്ഡികേ, ചണ്ഡികേ സതതം, സതതം ത്വാം. ചണ്ഡികേ എന്ന് പറഞ്ഞാൽ ദേവി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സതതം എല്ലായ്പ്പോഴും ഭക്തിപൂർവം, ഭക്തിദഹ എല്ലായ്പ്പോഴും ഭക്തിപൂർവം, അർച്ചയന്തി ഇഹ, അർച്ചയന്തി ഇഹ എന്ന് പറഞ്ഞാൽ അർച്ചിക്കുന്നുവോ അവർക്ക്, എല്ലായ്പ്പോഴും ദേവിയെ നിന്തിരുവടിയെ ഭക്തിപൂർവം അർച്ചിക്കുന്നുവോ അവർക്കെല്ലാം രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിഷജഹി. എല്ലാവർക്കും രൂപവും യശസ്സും ജയവും എല്ലാം തരണേ. 10 ദേഹി സൗഭാഗ്യം ആരോഗ്യം, ദേഹി ദേവി പരം സുഖം. ദേവി, ദേവി അല്ലയോ ദേവി, ദേവി എന്ന് സംബോധന ചെയ്യുകയാണ്. സൗഭാഗ്യം ആരോഗ്യം, അസൗഭാഗ്യത്തെയും ആരോഗ്യത്തെയും ദേഹി തന്നാലും. ദേവി സൗഭാഗ്യം ആരോഗ്യം, ദേഹി ദേവി പരം സുഖം. അപ്പോൾ ദേവി പരം സുഖം, ദേഹി ഉത്കൃഷ്ട സുഖത്തെ തന്നാലും, ആരോഗ്യത്തെ തന്നാലും, സൗഭാഗ്യത്തെ തന്നാലും, വീണ്ടും അത് തന്നെ പറയും, ജയം തന്നാലും യശസ് തന്നാലും, ദേവി രൂപം തന്നാലും, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താലും. ഇത് 10 ശ്ലോകമായി. ഇനി അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.